ഡി കെ ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. അടുത്തയാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടായേക്കും. നാളെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, എന്താണ് ഒടുവിൽ വിജയിച്ച ഫോർമുല? ഒടുവിൽ ഇപ്പോൾ ഡി കെ ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും എന്നുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് ദളിത് മുഖ്യമന്ത്രി വേണം തുടങ്ങിയ ആവശ്യങ്ങൾ, സിദ്ധരാമയ്യ ക്യാമ്പിന്റെ ആവശ്യങ്ങൾ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഏതായാലും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അധികാര കൈമാറ്റം എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. വൈകാതെ തന്നെ അദ്ദേഹം PCC അധ്യക്ഷ പദവി ഒഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മടങ്ങേണ്ട ഡി കെ ശിവകുമാർ ഇന്നുകൂടി അവിടെ തുടരുകയാണ്. നാളെ മാത്രമേ അദ്ദേഹം ബംഗളൂരുവിലേക്ക് തിരിക്കുകയുള്ളൂ. ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ഇന്ന് ഉച്ചയോടുകൂടി ബംഗളൂരുവിലെത്തും. കാര്യങ്ങൾ നേതാക്കളെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ KPCCയിൽ ജവഹർലാൽ നെഹ്റു അനുസ്മരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഏതായാലും അതിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിലെ MLC ആയിട്ടുള്ള സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്രയെ നടപടിയാണ്. എന്തായാലും കർണാടകം നമ്മളങ്ങനെ പറഞ്ഞ നാടകമൊക്കെ അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നുള്ള വിവരമാണ് കെ ബി ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.